നമ്മൾ ശിവൻ എന്ന് വിളിക്കുന്നത് അത് മിക്ക മനുഷ്യർക്കും, ഞാൻ മിക്കവരും എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു വിഭാഗം ആളുകളെ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് നമ്മൾ ശിവൻ എന്നുദ്ദേശിക്കുന്ന ആ ആഴം ലഭ്യമാകുന്നത് 0 അവർ സമയത്താണ്. അത് അർദ്ധരാത്രി സമയമാണ്, അല്ലാതെ മറ്റു സമയങ്ങളിലല്ല. ആ ഒരു തലത്തെ മറ്റു സമയങ്ങളിൽ അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ മിക്ക ആളുകൾക്കും ആ ഒരു തലത്തെ സ്പർശിക്കാൻ കഴിയില്ല. ഇനി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ഓരോന്ന് ചെയ്യാൻ തുടങ്ങരുത്. നിങ്ങൾക്കറിയാമല്ലോ, ശിവന് പല രൂപങ്ങളുണ്ട്. അദ്ദേഹം ചില രൂപങ്ങളിൽ വന്നാൽ നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. ആത്യന്തികമായ കാര്യമെടുത്താൽ അതൊരു വലിയ കാര്യമായിരിക്കാം. പക്ഷേ ഇന്നത്തെ നിങ്ങളുടെ ചിന്താഗതിയിൽ അത് ഭീകരമാകും. അതുകൊണ്ട് വെറുതെ ഇരുട്ടിനോടുള്ള താൽപ്പര്യം കൊണ്ടോ അല്ലെങ്കിൽ വിചിത്രമായ എന്തെങ്കിലും വൈകൃതം കൊണ്ടോ ഒന്നുമല്ല ആളുകൾ അർദ്ധരാത്രിയിൽ ശ്മശാനങ്ങളിലും മറ്റും പോയിരിക്കുന്നത്. കാരണം അനുഭവത്തിലൂടെ അറിയില്ലെങ്കിലും പാരമ്പര്യമായി അവർക്കറിയാം ആ സമയത്താണ് അത് ലഭ്യമാവുകയെന്ന്. ഞാൻ എന്തിനെന്നു പോലും അറിയാതെ ഞാൻ ശ്മശാനങ്ങളിൽ പോയിരുന്നിട്ടുണ്ട്. വെറുതെ എന്തുകൊണ്ടെന്നറിയില്ല, പക്ഷേ അതെന്നെ ആകർഷിച്ചു കൊണ്ടിരുന്നു. എപ്പോഴും അർദ്ധരാത്രിയിൽ ഞാനവിടെ ഇരിക്കും. ഞാനവിടെ ഒന്നും തിരയുകയല്ല, പക്ഷേ എവിടെയോ എന്നിൽ അത് ഒരുപാട് കൗതുകം സൃഷ്ടിച്ചു. മരിച്ച ഈ ആളുകൾക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതെനിക്ക് സംഭവിക്കുന്നത് വെറും 13 വയസ്സുള്ളപ്പോഴാണ്. ഞങ്ങൾ ഒരു ദസറ അവധിക്ക് പോയി. ഏകദേശം 15 ദിവസങ്ങളോളം. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ സഹപാഠിയായ ഒരു പെൺകുട്ടി മരിച്ചുപോയി എന്ന് കേൾക്കുകയാണ്. അവധിക്കാലത്ത് ന്യൂമോണിയ ബാധിച്ചാണ് അവൾ മരിച്ചത്. ഞങ്ങളെക്കാൾ 1 വർഷം ജൂനിയറായ അവളുടെ സഹോദരൻ വന്ന് പറഞ്ഞു ആ അവധിക്കാലത്ത് അവൾ മരിച്ചുപോയി എന്ന്. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇതൊരു തമാശയാണെന്ന്. ഹാജർ വിളിക്കുമ്പോൾ ഞങ്ങൾ പെൺ ശബ്ദത്തിൽ ഹാജർ പറയുകയും മറ്റും ചെയ്തിരുന്നു. കാരണം അറ്റൻഡൻസ് ബുക്കിൽ അപ്പോഴും അവളുടെ പേര് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതെന്നെ വല്ലാതെ ഭ്രാന്തി പിടിപ്പിച്ചു. ഈ പെൺകുട്ടിക്ക് ഞങ്ങളുടെ അതേ പ്രായമാണ്. അവൾ ഇവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ ആവിയായിപ്പോയി. എവിടെയാണവൾ? കുറച്ച് ദിവസത്തെ അഭിനയം കഴിഞ്ഞ് അവൾ തിരിച്ചു വരുമെന്ന് ഞാൻ കരുതി. പക്ഷെ പിന്നെ ഞാൻ അറിഞ്ഞു അതൊരു അഭിനയമല്ല, അവൾ പോയി. ഇതെന്നെ വല്ലാതെ ഉലച്ചു. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിഞ്ഞില്ല. ഇത് വൈകാരികമായ ഒന്നുമായിരുന്നില്ല. ആ വ്യക്തിയോട് എനിക്ക് അങ്ങനെ പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കൗതുകം, എന്നെപ്പോലെ തന്നെ ജീവനുള്ള ഒരാൾ, എവിടെ തിരഞ്ഞാലുമില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയണമായിരുന്നു. അതെൻ്റെ മനസ്സിനെ വല്ലാതെ ഭ്രമിപ്പിച്ചു. എനിക്കത് അറിയണം. അതുകൊണ്ട് ഞാൻ തന്നെ പോയി നേരിട്ട് കാണാമെന്ന് കരുതി. കാരണം ഞാൻ അങ്ങനെയാണ്. എനിക്കെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ മരുന്ന് അലമാരയിൽ പോയി പരിശോധിച്ചു. അവിടെ നിന്ന് എനിക്ക് ബാർബിച്ചറിയറ്റ്സ് അടങ്ങിയൊരു കുപ്പി കിട്ടി. ഞാനത് പുറത്തെടുത്തു. അത് തുറന്ന നിലയിലായിരുന്നു. ഞാൻ എണ്ണി നോക്കിയപ്പോൾ 98 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ അന്വേഷിച്ചു, എത്ര എണ്ണം കഴിച്ചാൽ മരിക്കും? ഒരു മുതിർന്നയാൾ 30 എണ്ണം കഴിച്ചാൽ 25-30 ഗുളികകൾ കഴിച്ചാൽ മരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കരുതി എനിക്ക് 13 വയസ്സേ ഉള്ളൂ. 98 എണ്ണം ധാരാളമാണ്. അപ്പോൾ എനിക്ക് കുറേ സമ്പാദ്യങ്ങളും സാധനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അതെല്ലാം എൻ്റെ കൂട്ടുകാർക്ക് വീതിച്ചു കൊടുത്തു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഇതെന്താണെന്ന് എനിക്ക് ഒന്ന് കാണണം. അവർ കരുതി ഞാൻ തമാശ പറയുകയാണെന്ന്. ഞാൻ സാധനങ്ങൾ കൊടുത്തതുകൊണ്ട് അവർക്ക് സന്തോഷമായി. ഇവരെന്തോ ഭ്രാന്ത് പറയുകയാണെന്ന് അവർ കരുതി. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. വയറൊഴിഞ്ഞിരുന്നത് നന്നായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്താഴം കഴിച്ചില്ല. എനിക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ 98 ഗുളികകളും വിഴുങ്ങി ഉറങ്ങാൻ കിടന്നു.
പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. 3 ദിവസത്തിന് ശേഷം ഞാൻ കണ്ണു തുറന്നു. ഞാൻ സ്വർഗത്തിലോ നരകത്തിലോ ഒന്നുമല്ലായിരുന്നു. മേൽക്കൂര കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് അച്ഛൻ്റെ ആശുപത്രിയാണെന്ന്. ഞാൻ ഉടനെ കണ്ണടച്ചു. ഞാൻ എത്തിയ സ്ഥലം മാറിപ്പോയി എന്ന് എനിക്ക് മനസ്സിലായി. 3 ദിവസം അവർ എനിക്ക് പലതരം വയർ കഴുകലും ഡ്രിപ്പും മറ്റെല്ലാ ചികിത്സകളും നൽകി. അവർ എന്നെ വിട്ടില്ല. 3 ദിവസത്തിന് ശേഷവും എനിക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എനിക്കാകെ അറിയാവുന്നത് 3 ദിവസം എനിക്ക് ബോധമില്ലായിരുന്നുവെന്നും ഞാൻ ആശുപത്രി കിടക്കയിലാണെന്നും മാത്രമാണ്. ഇതല്ല അതറിയാനുള്ള വഴിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? പിന്നെ ഞാൻ ശ്മശാനങ്ങളിൽ ഒരുപാട് സമയം ചെലവഴിച്ചു സത്യം കണ്ടെത്താൻ. ആളുകൾ എന്നോട് പറയും, ഇവിടെ പ്രേതത്തെ കണ്ടു, അത് സംഭവിക്കും, ഇത് സംഭവിക്കും എന്നൊക്കെ. ആളുകൾ പ്രേതമുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തെല്ലാം ഞാൻ രാത്രി പോയി ഉറങ്ങും. അവർ പറയും, ഇന്ന് പ്രേതം വന്നില്ലെന്ന്. ഒരാൾ പറയുന്നു, എല്ലാ അമാവാസിയിലും അയാൾ പോയി പ്രേതത്തിന് രക്തം കൊടുക്കാറുണ്ടെന്ന്. അയാൾ അയാളുടെ വിരൽ കാണിച്ചു തന്നു. പ്രേതത്തിന് എല്ലാ ദിവസവും രക്തം കൊടുക്കാനായി വിരൽ മുറിച്ച് അത് വല്ലാതെ ആയിട്ടുണ്ട്. ഞാൻ അയാളുടെ കൂടെ പോയി ഓരോ അമാവാസിയിലും. പക്ഷേ ആ അമാവാസിയിൽ അത് വരില്ല. ഞാൻ എല്ലായിടത്തും പോയി ഓരോന്ന് തിരഞ്ഞു. കറുത്ത വസ്ത്രം ധരിച്ച ഒരാളുണ്ടായിരുന്നു. അയാൾ എന്നെ ഒരു വലിയ ആരാധനാലയം പോലെയുള്ള ഒരിടത്തേക്ക് കൊണ്ടുപോയി. അവിടെ കുറെ കുപ്പികൾ കറുത്ത തുണി കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട്. അയാൾ പറയുന്നു, ഈ കുപ്പികൾക്കുള്ളിൽ പ്രേതങ്ങളെ കുടുക്കിയിട്ടിരിക്കുകയാണെന്ന്. ഒരു കുപ്പി മോഷ്ടിക്കാനായി ഞാൻ അയാളോട് കൂട്ടുകൂടി. പക്ഷേ അയാൾ അവ കാത്തു സൂക്ഷിച്ചു. ഒരു കുപ്പി പോലും എടുക്കാൻ അയാൾ എന്നെ അനുവദിച്ചില്ല. പക്ഷേ ആ കുപ്പികളിൽ നിന്നൊന്നും ഒരു പ്രേതവും പുറത്തു വന്നില്ല. പിന്നെ ഞാൻ ശ്മശാനങ്ങളിൽ പോയിരുന്നു. ഇവിടെ എന്തായാലും കാണുമെന്ന് കരുതി. അപ്പോൾ തന്നെ മരിച്ചവരെ എനിക്ക് കാണണമായിരുന്നു. ചിലപ്പോൾ അവർ അതിനെ കത്തിക്കുമ്പോൾ അത് പുറത്തു വരും. അത് എവിടെയാണെന്ന് എനിക്ക് കാണണം. അവർ പറഞ്ഞു, രാത്രി 12 മണിക്ക് മരത്തിൽ ആണി അടിച്ചാൽ പ്രേതം വരുമെന്ന്. ഞാൻ പോയി എല്ലാ ദിവസവും ആ മരത്തിൽ ആണി അടിച്ചു. ഞാൻ വാച്ച് നോക്കിയിരിക്കും. കൃത്യം 12 മണിക്ക് ആണി അടിക്കും. ഒന്നും വന്നില്ല. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആളുകൾ ശവശരീരങ്ങൾ കൊണ്ടുവരും. അവർ കരയുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ആരും അവിടെ കൂടുതൽ സമയം നിൽക്കില്ല. പരമാവധി അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ. കത്താൻ തുടങ്ങുമ്പോൾ അവർ പോകും. അവർക്ക് മറ്റു തിരക്കുകൾ കാണുമല്ലോ, അതുകൊണ്ട് അവർ പോകും. ഞാൻ 100 കണക്കിന് ശവസംസ്കാരങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ 80% ആളുകളും അവസാനത്തെ കനൽ കത്തുന്നതുവരെ അവിടെ കാത്തു നിൽക്കില്ല. തീ പിടിക്കുമ്പോൾ അവർ അവിടെ നിൽക്കും, കരയും, പിന്നെ വാച്ച് നോക്കും. ഓ, നമുക്ക് പോകാം എന്ന് പറയും. കാരണം ഇത് ചിലപ്പോൾ 5, 6, 7 മണിക്കൂറൊക്കെ കത്തും. അതുകൊണ്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് മാത്രം അവിടെ നിന്നിട്ട് അവർ പോകും. അപ്പോഴേക്കും ശരീരം മുഴുവൻ തീ പിടിച്ചിട്ടുണ്ടാകും. പക്ഷേ ശരീരത്തിൻ്റെ പുറംഭാഗം വെറും മാംസമാണ്. ഉള്ളിലെ പ്രധാന ഘടന നിങ്ങൾക്ക് ഈ രൂപം നൽകുന്നതും നിങ്ങൾ ഇരിക്കുന്നതും അസ്ഥികൾ ഉള്ളതുകൊണ്ടാണ്. അസ്ഥികൂടം. അസ്ഥികൂടത്തിൽ ഏറ്റവും വേഗത്തിൽ കത്തുന്നത് നട്ടെല്ലാണ്. കാരണം അതിൽ അസ്ഥിയുടെ ഭാഗം വളരെ കുറവാണ്. അതുമാത്രമല്ല, അത് നീളത്തിലുള്ള ഒറ്റ അസ്ഥിയല്ല. അതുകൊണ്ട് ഇടയിലുള്ള ആ ലിഗ്മെന്റുകളും മറ്റും കത്തുമ്പോൾ അത് വേർപെട്ടു പോകും. അപ്പോൾ തലയുമായി നട്ടെല്ല് വേർപെടും. മിക്കവാറും തല താഴെ വീണ് ഉരുണ്ടുപോകും. അവർ എവിടെയും ഓടിപ്പോകാൻ ശ്രമിക്കുകയല്ല. വിറക് അടുക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ്. കത്തുമ്പോൾ വിറക് തകരും. കൈയും കാലും ഒന്നും അങ്ങനെ ഉരുണ്ടുപോകില്ല. തലയെപ്പോഴും ഉരുണ്ടുപോകും. അപ്പോൾ ഞാനൊരു വടിയെടുത്ത് അത് തിരികെ എടുത്തു വയ്ക്കും. കാരണം പ്രേതം തലയിലുണ്ടെങ്കിൽ അത് പുറത്തു വരണമല്ലോ എന്ന് കരുതി. പക്ഷേ ഒന്നും വന്നില്ല. ഇതൊക്കെ നടക്കുമ്പോൾ അവിടെ നിൽക്കാൻ ആർക്കും താല്പര്യമില്ല. കാരണം ഒന്ന്, ആ ആളുകൾ ജീവിച്ചിരുന്നപ്പോൾ അവരെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാകാം. അവർ ശരിക്കും സ്നേഹിച്ചു എന്ന് തന്നെ കരുതുക. എങ്കിലും അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് കാണണ്ട. ഒരു ശവശരീരത്തോടുള്ള പേടിയുടെ അളവ് അവിശ്വസനീയമാണ്.
ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ മൈസൂരിലെ ക്ഷയരോഗ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. സമൂഹത്തിലെ 90% ആളുകളും ഒരു ശവശരീരത്തെ എത്രമാത്രം പേടിക്കുന്നുവെന്ന് നിങ്ങൾ കാണണം. മൃതദേഹങ്ങൾ ഇതുവരെ എഴുന്നേറ്റ് വന്ന് നിങ്ങളെ ചവിട്ടുകയോ ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല. ഒരൊറ്റ സംഭവം പോലുമില്ല. എന്നിട്ടും എല്ലാവർക്കും മരിച്ചവരെ വലിയ പേടിയാണ്. ജീവിച്ചിരിക്കുന്നവരാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നത്. മരിച്ചവർ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ ആളുകൾക്ക് അനാവശ്യമായ പേടിയാണ്. കാരണം അത് അവരുടെ സ്വന്തം മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതവർക്ക് നേരിടാൻ വയ്യ. എനിക്ക് ഏകദേശം 19 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ കണ്ടിരുന്നു. എൻ്റെ സുഹൃത്തൊരു സാധാരണക്കാരനാണ്. അങ്ങനെ പേടിയുള്ളവനൊന്നുമല്ല. നല്ല കരുത്തുള്ള ഒരാളാണ്. ഒരിക്കൽ മരിച്ച ഒരാളെ തിരിച്ചറിയാൻ വേണ്ടി ഒരിടത്തേക്ക് ഞങ്ങൾ അകത്തേക്ക് പോയി. കെയർടേക്കർ അത് തുറന്നു. അവിടെ ഏതാണ്ട് 12-13 മൃതദേഹങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അടുത്തുപോയി നോക്കണമായിരുന്നു. അവൻ പേടിച്ച് വിളേറിയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അവൻ ഇപ്പോൾ മരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അത്രയ്ക്കവൻ പേടിച്ചുപോയി. ആ മൃതദേഹങ്ങൾ കണ്ടപ്പോൾ അവൻ ശരിക്കും അലറി വിളിച്ചു. ഭ്രാന്തമായി അലറി വിളിച്ചു. അപ്പോൾ വെറും സാധാരണ മൃതദേഹങ്ങളായിരുന്നു. അല്ലാതെ വികൃതമായതോ അഴുകിയതോ ഒന്നുമല്ല. വെറും സാധാരണ ശരീരങ്ങൾ. തീർച്ചയായും മോർച്ചറിയിൽ ഗന്ധമുണ്ടാകും. ആളുകൾക്കത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് വേഗം രക്ഷപ്പെടണം എന്ന് തോന്നും. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ മാത്രമാണ് ഉള്ളിലൊരു പ്രേതത്തെ കണ്ടത്. വേറെ എവിടെ തിരഞ്ഞിട്ടും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നും ശ്മശാനങ്ങളിൽ പോയിരുന്ന ആ അനുഭവം, എല്ലാ ദിവസവും ഞാൻ അവിടെ പോയി ഇരുന്നിട്ടും എനിക്കൊരു കാര്യം 100% വ്യക്തമാക്കി തന്നു. മരണം വളരെ വ്യക്തമായി എന്നെക്കുറിച്ച് എനിക്ക് ഒരു സംശയവുമില്ല. ഇത് സമയബന്ധിതമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കാര്യക്ഷമമായി ചിട്ടപ്പെടുത്തും. നിങ്ങൾ എന്നെന്നും ഇവിടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എല്ലാ തരം മണ്ടത്തരങ്ങളും ഇപ്പോൾ ചെയ്യുന്നു. ആവശ്യമില്ലാത്ത സംസാരം, ആവശ്യമില്ലാത്ത പ്രവർത്തികൾ വെറുതെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. കാരണം നിങ്ങൾ കരുതുന്നത് നിങ്ങൾ മരിക്കില്ല എന്നാണ്. നിങ്ങൾ നശ്വരനാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? ശരിയല്ലേ? നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വഴക്കിടാൻ സമയമുണ്ടോ? ഓരോ വിഡ്ഢിത്തങ്ങൾ കാണിക്കാൻ സമയമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യൂ. എല്ലാ മനുഷ്യരും അവർക്ക് ശരിക്കും വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തിരുന്നെങ്കിൽ ഈ ലോകം തീർത്തും വ്യത്യസ്തമായ ഒരിടമായേനെ. അതുകൊണ്ട് മരണത്തെ അംഗീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. എത്രയും നേരത്തെ മരണത്തെ അംഗീകരിക്കാൻ കഴിയുന്നുവോ അത്രയും നല്ലത്. കാരണം അപ്പോൾ നിങ്ങൾ ജീവിതം വിവേകത്തോടെ ചിട്ടപ്പെടുത്തും.